ആരോപണ വിധേയമായിട്ടുള്ള സംഘടനകളിൽ ഈ പോപ്പുലർ ഫ്രണ്ടും ജമായത്ത് ഇസ്ലാമിയും ഒന്നുപോലെ അപകടമുള്ള സംഘടനകളാണ് എന്ന് അഭിപ്രായമുണ്ട്. അത് രണ്ടും ഒരേ സമാന ചിന്താഗതിക്കാരാണ്. ഒരേ ചിന്താഗതിയാണ് ആ രണ്ട് സംഘടനകളുള്ളത്. ഇപ്പം പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് ആര് വന്നാലും അവരെ എതിർക്കണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ നിരോധിക്കണം എന്നും ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ നിരോധനത്തോട് മുസ്ലിം ലീഗിന് യോജിപ്പുണ്ടോ? രാജ്യദ്രോഹം ചെയ്യുന്ന സംഘടനകളെ നിയന്ത്രിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കോടതിയും അതുപോലെ തന്നെ സർക്കാരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർ കോടതി നീതിന്യായം കോടതിയാണ്, അതിനനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിരോധനമാണെങ്കിൽ കൂടി വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മൊത്തമായി ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ഈ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കി കാണുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണെന്ന് തോന്നിയത്? അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഇന്നല്ല ഇതിനു മുമ്പും അദ്ദേഹം അത്തരത്തിലുള്ള വർഗീയ വികാരങ്ങൾ ഇവിടെ ആളിക്കത്തിക്കുവാൻ വേണ്ടി ഉള്ള പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെപ്പറ്റി, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചാണ് പാസ്സാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ ഈ സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മുഖ്യമന്ത്രി പദവിക്ക് പോലും നിരക്കാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ചില നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാവുമോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലൂടെ അങ്ങനെ സംശയിക്കാൻ ഇടയാകുന്നുണ്ട്. VS അതിനുശേഷം പിണറായിയും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നു. അതെങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരെയാവും? അതിന് നമ്മളൊരു ഉത്തരം കൊടുക്കണ്ടേ? അല്ല, കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആളുകൾ ന്യൂനപക്ഷം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊതുവായി ഒരു സമുദായത്തിൻ്റെ കണക്കിൽ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ മത സൗഹാർദ്ദം തകർക്കുവാനും, അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള ആ സമാധാന അന്തരീക്ഷം ഇല്ലായ്മ ചെയ്യുവാനും, ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഒരിക്കലും അനുയോജ്യമല്ല എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു ധാരണ പരന്നതുകൊണ്ട് അത് തിരുത്താൻ അദ്ദേഹം എന്ത് ചെയ്യണമെന്നാണ് നിർദ്ദേശിക്കുക? ഇത് അദ്ദേഹമല്ലേ തിരുത്തേണ്ടത്. ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല. അദ്ദേഹം അതിന് അനുയോജ്യമായ രീതിയിൽ തിരുത്താൻ ശ്രമിക്കണം. ഇതിനപ്പുറത്ത് ഈ CPM-ന് എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ? അത് മറ്റ് മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുക. ഇപ്പോഴും പിണറായിയും VS-ഉം പറയുന്നുണ്ട് ലീഗാണ് ഈ തീവ്രവാദത്തിൻ്റെ ആളുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയത് എന്ന്. അതിന് ഒരു കൃത്യമായ മറുപടി പറയാനും ലീഗിനുണ്ടോ? ലീഗ് എന്നും ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ സന്ദർഭം വരുമ്പോഴൊക്കെ അതിനെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഉറച്ച നിലപാടും നയവുമാണ് അക്കാര്യത്തിലുള്ളത്. ഒരിക്കലും അവരെ വളരുവാൻ മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുകയുമില്ല.
ഇപ്പം മുസ്ലിം ലീഗിലെ തന്നെ എല്ലാ നേതാക്കൾക്കും ഈ ഉറച്ച വിശ്വാസമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ വേണ്ട പോലെ ഇതിനെ എതിർത്തില്ല എന്നും അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ച് ലീഗ് യോഗത്തിൽ സംസാരിച്ചു എന്നുമൊക്കെ വിമർശനമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഇതിനെതിരായിട്ട് ലീഗിൽ നിൽക്കുന്നുണ്ടോ? ലീഗിൽ ഒരു നേതാക്കളും ഇതിന് ആ ലീഗിൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് ഭിന്നിച്ച് പോയിട്ടില്ല. പ്രത്യേകിച്ച് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹം ഇന്നും തീവ്രവാദ ഭീകരവാദ ചിന്താഗതിക്ക് എതിരിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇ ടിക്ക് തീവ്രവാദത്തോടും ഭീകരവാദത്തോടും കടുത്ത എതിർപ്പ് തന്നെയുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. ഈ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം വന്ന് ഹൈദരലി ശിഹാബ് തങ്ങളോട് പറഞ്ഞോ ഇങ്ങനെ അത് ഈ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന്? അദ്ദേഹം ഫോണിൽ വിളിച്ചിരുന്നു. ലീഗിനെതിരെ മറ്റ് മുസ്ലിം സംഘടനകളെ വളർത്തുന്നതിന് വേണ്ടി CPM ശ്രമിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ PDPയെ മുസ്ലിം ലീഗിനെതിരിൽ പരസ്യമായി കൊണ്ടുവന്ന നിലപാടാണ് CPM എടുത്തത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവർ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ആ ലീഗിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവരെടുത്തത്. അതിപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചത്. അതിപ്പോൾ തിരിച്ചടിക്കുന്നതാണോ? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും ഇവിടെ നടന്നുകൊണ്ട് കേരളത്തിൽ മുമ്പില്ലാത്ത വിധത്തിൽ സ്ഫോടനം മറ്റ് കാര്യങ്ങളുമായിക്കൊണ്ട് രാജ്യം. ഒരു ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഒക്കെ മുസ്ലിം ലീഗ് തന്നെ ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്ന് പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പം മതപരമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ഉണ്ടായി. പിന്നീട് ആക്ഷേപങ്ങൾ വന്നപ്പോഴാണ് അതിനകത്തുനിന്ന് പിന്മാറിയത്. അപ്പോൾ ഒരിക്കലും മൃദു സമീപനം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയും. അല്ല, അന്ന് പേർക്ക് അത്രയല്ല ഒരു തീവ്രവാദ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയിൽ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൃദു സമീപനം എടുത്തതെന്ന് മാത്രം. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു സമീപനമായിരിക്കില്ല. തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനവുമായിക്കൊണ്ട് ആര് മുന്നോട്ട് വന്നാലും അവരെ എതിർക്കുന്ന നിലപാടാണ് എന്നും മുസ്ലിം ലീഗിന് ഉള്ളത്. മദനി തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വളം വെച്ച് കൊടുത്തു. Different people, one home. ManoramaOnline.com, your home